ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് മാളോസിൻ്റെ ഒരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. എന്നാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഞാൻ പതിയെ പറയുന്നത് കേട്ടോ. എന്നാന്നറിയോ, കിങ്ങിണിമോള് കിടന്ന് ഉറങ്ങുവാണ്. അമ്മു വിഷ്ണുവിടെ പുറത്ത് വരെ പോയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ വരും. ചേട്ടായി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചേട്ടായി ഇന്നിവിടെ ഉണ്ട്. അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മുടെ ചേട്ടായിയുടെ അമ്മയുടെ സരോമയുടെ, അതായത് നമ്മുടെ സരോമയുടെ അനിയത്തി ഒരമ്മയുണ്ട്, അമ്മിണിയമ്മ. ഇന്നാളെ ഞാനൊരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മിണിയമ്മയുടെ അടുത്ത് വരെ പോവുകയാണ് കേട്ടോ. അമ്മിണിയമ്മയോട് പറഞ്ഞൊന്നുമില്ല. ഇവരുടെ പിള്ളേരും ഉണ്ട്. പിള്ളേരുടെ വണ്ടി മേടിച്ചതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും. കാരണം എൻ്റെ മക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മിണിയമ്മയ്ക്കും മേലാച്ചനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു മാങ്ങ പഴുത്താലും ചക്കയാണേലും വാഴയ്ക്കാണേലും എല്ലാ സംഭവം പഴുത്താലും ഒക്കെ കൊണ്ടുവന്ന് എൻ്റെ മക്കൾക്ക് കൊടുക്കുമായിരുന്നു. എപ്പോൾ ചെന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെ എന്നതാണോ അവിടെ ഉള്ളത് മിക്കവാറുള്ളത് മിച്ചറും മറ്റേ 50-50 ബിസ്ക്കറ്റില്ല, അത് എപ്പോഴും സ്റ്റോക്ക് മേടിച്ച് വെച്ചേക്കുമായിരുന്നു അവിടെ അമ്മിണിയമ്മയുടെ വീട്ടിൽ. എന്നിട്ട് ഞങ്ങൾ 4 മണിക്ക് എന്നിട്ട് അലക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് അമ്മിണിയമ്മയുടെ ഒരു ഓലിയുണ്ട്, അവിടെ ആയിരുന്നു കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളെ രണ്ടിനെയും കയറ്റി ഇരുത്തി തീറ്റിച്ച് പിറക്കി ഒന്നും പറയണ്ട, അത്രയും സ്നേഹമായിട്ടുള്ളൊരു അച്ഛനും അമ്മയായിരുന്നു കേട്ടോ. മേലാച്ചനും അമ്മിണിയമ്മയും. മേലാച്ചൻ മരിച്ചുപോയി. എന്നാലും നമുക്ക് നമ്മളെ ഒരു പച്ചവെള്ളമാണെങ്കിലും നല്ല മനസ്സോടെ സ്നേഹത്തോടെ നമ്മളെ അവരുടെ സ്വന്തം എന്ന് കരുതി നമ്മളെ ചേർത്ത് പിടിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും അതൊരു ഓർമ്മ വേണമല്ലോ. നമ്മൾ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ഏത് ലെവലിലെത്തി എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം സ്നേഹത്തോടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വേണം. അത് എനിക്കൊരു നിർബന്ധ ബുദ്ധിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചേട്ടായോട് പറഞ്ഞു, എന്നാൽ പെട്ടെന്ന് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങി വന്നിട്ട് അമ്മിണിയമ്മയുടെ അടുത്തുനിന്ന് പോകാൻ ചേട്ടാ. ഇന്നാൾ ഞാൻ തന്നെ സ്കൂട്ടിയും കൊണ്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, എടി സുനിയെ കൊണ്ടൊന്നും അടി, എനിക്ക് സുനിയെ ഒന്ന് കാണണം മോളെ കൊച്ചേന്നൊക്കെ ഓടിയിട്ടുള്ളൂ കേട്ടോ. ആ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി അതിന് ഇതുവരെ പോയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചേട്ടാനും ഇവരെ എല്ലാവരും കൊണ്ട് നമുക്കൊന്നും പോകാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കാണിക്കാം, അമ്മിണിയമ്മേനെ കാണിക്കാം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ കുറച്ച് കുക്കിങ്ങിൻ്റെ കുറച്ച് അടുക്കള വിശേഷങ്ങളും കാണും കേട്ടോ. അപ്പം എന്നാണ് ചേട്ടായി കടയിൽ പോയിട്ട് തിരിച്ചു വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാം, എല്ലാവർക്കും അറിയണ്ടേ. പായും. ഇന്ന് രാവിലത്തെ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂടി കെട്ടിക്കിടക്കും കേട്ടോ. മഴയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇത്രയും നേരം ഇങ്ങനെ ചാറി നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. കൂട്ടായി വന്ന ആ ചെടിയിലെ പൂവ് കണ്ടോ, 3 വിരിഞ്ഞ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല രസമില്ലേ കണ്ടോ. അപ്പം അവനവിടെ നിൽക്കട്ടെ. അപ്പോൾ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കുകയും പരിപാടിയൊന്നും വേണ്ടാത്തതുകൊണ്ട് ആ ഒരു പണി ഇപ്പം ഇല്ല കേട്ടോ. നല്ല മൂടലാണ് കേട്ടോ, നന്നായിട്ട് മൂടിക്കെട്ടി കിടക്കുന്നു. കുറേ കാക്കകളൊക്കെ നടപ്പുണ്ട്. രാവിലെ ചേട്ടായി കടയിൽ പോയി, അവർ എണീറ്റിട്ടില്ല. അവർ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ലേറ്റായിട്ടാക്കി ഇങ്ങനെ ഉറങ്ങത്തുള്ളൂ. ഞാനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം അറിയാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇതെല്ലാം കുളവാക്കും കേട്ടോ. അവളുടെ സാധനങ്ങളെല്ലാം കൂടി ഇതേ പറക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുക്കളയിലെ വിശേഷങ്ങൾ. രാവിലെ തന്നെ നല്ല ദോശയും വെള്ളസമ്മന്തി അരയ്ക്കാൻ പോകാം കേട്ടോ. പച്ചമുളക് വെച്ചിട്ടുള്ള, അല്ല കാന്താരി ഇല്ല നമ്മുടെ കയ്യിൽ, അതുകൊണ്ട് പച്ചമുളക് വെച്ചിട്ടുള്ള. കിങ്ങിണിയും ചിലപ്പോൾ കൂട്ടിയെങ്കിലും നിർത്തി കുറച്ച് മുളകേ വെച്ചിട്ടുള്ളൂ. പിന്നെ ദോശമാവ് ദേ ഇവിടെ സെറ്റാക്കിയിരിപ്പുണ്ട്. കുടിവെള്ളം തിളപ്പിക്കാൻ വെച്ചു, പാല് തിളപ്പിച്ച് വെച്ചു. പിന്നെ കൊച്ചെണീറ്റത്തിലും ബ്രഷ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി വെച്ചു. അങ്ങനെ കുറേ പണി ചെയ്തു രാവിലെ. പിന്നെ ഞാൻ സമ്മതിയൊക്കെ അരയ്ക്കട്ടെ. പാപ്പു ഇന്ന് രാവിലെ കടയിൽ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. പാപ്പുവിന് പല്ലുവേദന കുറേ ദിവസം ആയി. പല്ലുവേദന തുടങ്ങിയിട്ട് ഒരെണ്ണം എടുത്തു, കുറേ എണ്ണം അടപ്പിച്ചു, വീണ്ടും ഇപ്പോൾ വേദന തുടങ്ങിയിട്ടുണ്ട്. പനിയാണോ പാപ്പു? അയ്യോ ഉവിയാണോ പാപ്പു? തൊട്ടു നോക്കുന്നു, തൂത്ത് കൊടുക്കുന്നു. ചേട്ടായി കണ്ണടച്ചിരുന്നപ്പോഴത്തേനും പാവം പാപ്പു. ഓങ്കറിയും കുട്ടിച്ചാത്ത പാപ്പുവിൻ്റെ ഉവി പോട്ടെ. ഓങ്കറിയും കുട്ടിച്ചാത്ത പാപ്പുവിൻ്റെ ഉവി പോട്ടെ. അതെ, കൊച്ചു വായിക്കല്ലേ ഇപ്പം ഉവി മാറ്റും കേട്ടോ. എൻ്റെ പൊന്നെ, എന്നിട്ട് ചീപ്പെടുത്ത് തലയിരുന്നു, പൊട്ട് തൊടുന്നു, ഒന്നും പറയണ്ട. യോ എൻ്റെ ചെയ്യുമേ പാപ്പുവിന് ഉവിയാണോ? കണ്ണിക്കുത്തല്ലേ അത് വെച്ച്? ആ ചീപ്പെടുത്ത് കൈ കൊടുത്തത് ചേട്ടായിയല്ലേ? എൻ്റെ ദൈവമേ,
ആ വന്നപ്പോ കയറി ഇരുന്നാ എന്ത് ഇറങ്ങി വരുന്നുമില്ല. അരമണിക്കൂറായി. അയ്യോ ഞാനിപ്പോൾ ഇവർ എൻ്റെ അടുക്ക് വന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നു. അന്നേരമാണ് ഈ സംഭവങ്ങളൊക്കെ. നെറ്റിയെ തൊട്ട് നോക്കുന്നു. പപ്പുന് പനിയുണ്ടോ എന്ന് നോക്കാൻ. പോവാണോ മോള്? നാളെ പോവാണോ വീട്ടിൽ? ഇന്നമ്മ വീട്ടിൽ പോവാണോ? അന്നേരം അമ്മച്ചി ആരോട് കളിക്കും? അമ്മ ആരോടാണ് പിന്നെ കളിക്കുന്നേ? അയ്യോ അമ്മച്ചി ആരുടെ കൂടെ കളിക്കും? പൊട്ടും തല ഇടിക്കും. ഞാൻ ചോദിച്ചാൽ ആരുടെ കൂടെ അടി അമ്മച്ചി കളിക്കുന്നതിന്? തമ്പുരൂരോടെ കളിച്ചോളാം. തമ്പുരൂരോടെ ചാട്ടമ്പി. ഇവനെ ഞാൻ കറി വെക്കാൻ പോവാം കേട്ടോ. കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നു. തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി, ലേശം മഞ്ഞൾ പൊടി, ഇത്രയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വോൾട്ടേജ് കുറവാട്ടോ, അതുകൊണ്ട് നല്ല പേസ്റ്റ് പോണൊക്കെ കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞ് കിട്ടുന്ന കേട്ടോ, ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കീറി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പുളി, പിന്നെ ഉപ്പും കൂടെ വേണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. അപ്പം നമുക്ക് മീനിനകത്തോട്ട് ഇത് ഇതിനെ എല്ലാം ഇട്ട് വെക്കാം കേട്ടോ. അതെ, അരപ്പും. ഈ മീനിന് വലിയ വേവില്ലാത്ത മീൻ അല്ല, മീനിന് പൊതുവേ വേവ് കുറവാണ് അല്ലേ, ബീഫിൻ്റെയൊക്കെ മാതിരി ഒത്തിരി സമയം വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല മീൻ. രാവിലെ തന്നെ കറണ്ട് പോയി കേട്ടോ. എന്നെ ചെയ്യാനാ മെഷീനകത്ത് അലക്കാനിടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും കറണ്ട് പോയി. അപ്പം നമ്മുടെ ബാക്കി പണിയെല്ലാം തീർത്തിട്ട് നോക്കാം അല്ലേ. നല്ല മഴയുണ്ട് കേട്ടോ ഇന്ന്. ഇന്നൊരു സുഖമുള്ള ദിവസമല്ല. ഇന്നലെയൊക്കെ നല്ല വെട്ടവും പൊളിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. മഴയില്ലേലും നാക്കിയല്ലോ അല്ലേ. അപ്പോൾ ഈ ഇതെല്ലാം ഇങ്ങനെ കഴുകി അങ്ങ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഈ പുളി കഷ്ണം കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ആവശ്യത്തിനുള്ള പുളിക്ക് വരെ മാങ്ങയാണെങ്കിൽ മാങ്ങയാണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പ് കൊടുത്ത് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് കൊടുത്ത് കൊടുക്കുക. മഴയല്ലേ, രണ്ട് ഇച്ചിരി കറിവേപ്പില കൂടെ വേണമായിരുന്നു. എന്നിട്ട് കൈ വെച്ചിറക്കുന്നില്ല, കൈ മൊത്തം ഉണ്ടല്ലോ ഇത് എന്തൊക്കെയോ കാണിച്ചിങ്ങനെ മുറിഞ്ഞിരിക്കുമോ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ആ പറമ്പിലൊക്കെ ഇച്ചിരി നടുവൊക്കെ ചെയ്തില്ലേ, അതാണ് തോന്നുന്നത്. എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ യോജിപ്പിച്ച് നല്ല മിക്സ് ചെയ്ത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. നോക്കട്ടെ, ചാറ് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് തിളച്ചൊന്ന് പറ്റി കഴിയുമ്പോഴത്തേനും ഒട്ടും ചാറില്ലാണ്ടായി പോകും, കുറുകിപ്പോവും. എന്നല്ല ചെവി പോകുന്നു, വർണ്ണം കേൾക്കാനാണെന്ന് ചെവി പോകുന്നു, ഭയങ്കരമായിട്ട് പോകുന്നു. നമ്മേ അത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഇനി ഇതിന് ഇവിടെ ഒന്ന് തിളക്കട്ടെ നന്നായിട്ട്. തിളച്ച് കഴിഞ്ഞ് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു ഇച്ചിരി നേരം കൂടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി കുഞ്ഞുള്ളി, മത്തലമുളകും കറിവേപ്പിലയും കൂടെ കടുകും കൂടെ തളിച്ച് വയ്ക്കാം. അത്രയും പരിപാടിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ മീൻകറി, മീൻ വറക്കാൻ വെച്ചേക്കുന്നു. പിന്നെ കോവയ്ക്കത്തോരൻ. ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ. ചോറ് വേണ്ട കണ്ടോ നല്ല സൂപ്പർ മീൻകറി കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷയൊക്കെ നോക്കിക്കും. എവിടെ പോവാ കൊച്ചേ? പുട്ടായി. ഇന്നലെ ഇവിടെ കയറിയപ്പോ പറഞ്ഞു പാപ്പുവിന്റെ കട പുട്ടായിന്ന്. കറക്റ്റ് ഈ സ്ഥലത്ത് വന്നപ്പോ പാപ്പു എന്തിയാ കൊച്ചേ? ചെല്ലാൻ പാപ്പുവിന്റെ അടുത്ത് പോകുന്നുണ്ടോ? അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പപ്പാനെയും കൂട്ടി ഇത് ആദ്യത്തെ കുട്ടി ട്രിപ്പാണ് അല്ലേ? വലിയ ട്രിപ്പൊന്നും അല്ല. ഇവിടുന്ന് അപ്പുറം ചെല്ലുന്ന ദൂരമുള്ളൂ കേട്ടോ. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടാവുകൊണ്ട് നമ്മളിത് പൊക്കുന്നൊന്നുമില്ല കേട്ടോ. അമ്മൂമ്മ എടുത്ത് പോവാണോ? അമ്മൂമ്മ എടുത്ത് പോവാട്ടോ കൊച്ച്. അമ്മൂമ്മയോട് വർത്താനം പറയുന്നുണ്ടോ? ഐശ്യ മേടിച്ചോണ്ട് പോകുന്നുണ്ടോ അമ്മൂമ്മയ്ക്ക്? ആ ഓക്കെ. ഐശ്യാണോ അമ്മൂമ്മയ്ക്ക് മേടിച്ചോണ്ട് പോകുന്നത്? എന്റെ ഈശ്വര പാവം അമ്മൂമ്മയ്ക്ക്. അമ്മൂമ്മയോട് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞേ. കണ്ട മഴയാന്ന് തോന്നുന്നു. മഴയായി കറക്റ്റ്. ഇത്ര നേരം നല്ല വെയിലായിരുന്നു. എടുത്തുമില്ല, കുഴപ്പമില്ല.
എന്നെ അടിക്കാൻ പറ്റുന്ന ആ അതാ പാപ്പുനെ അടിക്കാൻ തുടങ്ങിയോണ്ടാ. ചേട്ടാ എന്നതിന് വഴക്കുണ്ടാക്കി. അയ്യോ പാവ എന്നാ പെട്ടെന്ന് ചോറുണ്ടോ, ചോറുണ്ടിട്ട് വാ. അമ്മിണിയമ്മയുടെ വീടിന്റെ പുറകിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇത് കേട്ടോ. ഉണ്ടോ, ആറ് തൊട്ടടുത്താ, തൊട്ടടുത്ത ആറ്. എൻ്റെ മോനെ ഞാൻ ഇത്ര നാളായിട്ട് ഈ പുറകോട്ട് വന്നിട്ടില്ലായിരുന്നു. ഇപ്പം അവർ ചോറുണ്ടോന്നുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് വന്ന് ജസ്റ്റ് വന്നപ്പം തൊട്ടടുത്താ കേട്ടോ എൻ്റെ അമ്മേ. നല്ല എന്നാ നീറ്റാക്കി ഇട്ടേക്കുന്നത് നോക്കി ചേച്ചി. പറമ്പ് വരെ തൂത്ത് തെളിച്ചിട്ടേക്കുക. എൻ്റെ രസമുണ്ട് പക്ഷെ കാണാനല്ലേ. ആണോ? അമ്മിണിയമ്മേൻ അവിടെ വന്നു. എന്തെന്നല്ലേ ഈ വെള്ളം, ഈ പൂ നന്ദ്യാർവട്ടം, ഈ പൂ പറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ കണ്ണ് കഴിയാൻ നല്ലതാണ്. ശുദ്ധിയാവും. ചൊറിച്ചിലും എല്ലാം മറന്ന് പിന്നെ മൈസ്രേട്ടുകൾ കളിച്ചിരിക്കുന്ന കണ്ടോ പോയി. അമ്മിണിയമ്മ ചോറുണ്ടോ കേട്ടോ. എന്താ പൊന്നെ മതി. ആ സെറ്റിയെന്ന് ഇറക്കി വിട്ടതിന് വേണ്ടിയിട്ടാ. അല്ല പപ്പ എടുത്തേനാ സെറ്റിയെ പോയി കയറിയിരിക്കുക. ഇതായത് എന്തുവോ പോലീസ് ഉടക്കി തെറ്റിക്ക പറയാ ഈ കാണിക്കുന്ന ആക്ഷനൊക്കെ. വേലാച്ചൻ ഇരിക്കുന്ന കണ്ടോ ചേട്ടായി? വേലാച്ചനോടൊന്നും പറയില്ലേ ചേട്ടായി? അതെ വരുന്നു, ഇതേ വരുന്നു താരം, താരം ദേ വരുന്നു. അതാരാ മോനെ? അതാരാ മോനെ? മുത്തശ്ശിയാണോ? മുത്തശ്ശിയാണോ? ആ അതെ അതെ, അവളുടെ ഉറങ്ങുന്ന സമയമാ. ആ സമയത്ത് ഞങ്ങൾ ഓടി വന്നതാ. അയ്യോ അന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ ചെറുക്കനെ എന്നാടി നീ കൊണ്ടുവരാതെ വന്നേന്ന്. ദേ ചെറുക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി എന്നോട് പരാതി പറഞ്ഞേക്കല്ലേ. അത് എന്തിനു വന്നതാണോ? ഞാൻ ചത്തത് നോക്കാൻ വന്നതാണോടാ. സ്നേഹമില്ലല്ലേ അമ്മണിയമ്മേ? ഇച്ചിരി സ്നേഹം കൂടുതൽ എനിക്കല്ലേ. എന്നാലും ഞാനല്ലേ വല്ലപ്പോഴും വരുന്നേ. കണ്ടോ ഇവിടെ നമ്മളെല്ലാം വിവരം അറിയുന്നുണ്ട്. പിന്നെ എന്നാ പെട്ടെന്ന് എപ്പോഴും വരാനും. പിന്നെ ഞാൻ രാവിലെ 7 മണിക്ക് കടയിൽ കയറിയ അശോകൻ ചേട്ടനോട് കാര്യങ്ങളെല്ലാം ചോദിക്കും. ഞാൻ ആ കടയിൽ ചോദിക്കും. ആ പിന്നെ അവിടെ അപ്പുറത്തെ ചേച്ചിയുടെ കുമാരി ചേച്ചിയുടെ മോനോട് ചോദിക്കും. എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഉണ്ടോ മോനെ പൂച്ച? അവിടെ പൂച്ച ഉണ്ടോ അവിടെ? പറ്റിക്കുവാണേ അല്ലേ? പറ്റിക്കുവാണേ. അവിടെ ഇരുന്ന് എന്താണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സരോമേനെ പോണക്ക് തന്നെ ഉണ്ടല്ലേ അമ്മണിയമ്മനെ കാണാനും അല്ലേ? അല്ലേ അമ്മണിയമ്മ? ആ അല്ലെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞു അധികമില്ലെന്ന്. ഓ സരോമ ഏത് നാട്ടുകാരി, അമ്മണിയമ്മ ഏത് നാട്ടുകാരി? ചേർത്തല. ആ അങ്ങനൊന്നും പറയണ്ട, കാര്യമൊക്കെ കാര്യം. അവൻ എന്നെ പറയാത്ത തന്നെ. പിന്നെ അവന് എന്തൊക്കെയാ അവന് വേണം പറഞ്ഞു. അയ്യോ രാജാവ് ഇരിക്കുന്നു. അയ്യോ എന്റെ ദൈവമേ എന്നാ കാണുവാ. ഈ അമ്മൂമ്മയായിരുന്നു നിന്റെ അമ്മേനെ നോക്കിയത് കുഞ്ഞിലെ. അതെ, എല്ലാ ദിവസവും ചെന്നാ അന്നേരം മിച്ചർ കൊടുക്കുമായിരുന്നു. എല്ലാ ദിവസവും മിച്ചറായിരുന്നു അവിടുത്തെ പലഹാരം. കൊക്കോപ്പഴം, മൂടപ്പറ നീ പോയാ മീൻ കിട്ടത്തില്ല. വേലച്ചേട്ടൻ പോയി മൂടപ്പരവ മേടിച്ചു വെക്കും. എനിക്കറിയാം മൂടപ്പരവ. അയ്യോ ഞാനേ കണ്ടില്ലല്ലോ. ചേട്ടേ വെക്കുവാ. ദൈവം അമ്മുവിന്റെ വണ്ടി കാണാൻ പോന്ന് പോക്കാം കേട്ടോ.
ഇത് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ അമ്മ സ്കിന്നൊക്കെ നല്ല പഞ്ഞി വാരിയോ? അയ്യോ പഞ്ഞി വാരി ഇരിക്കുന്നത്. അമ്മണിയമ്മ കുളിയും തലയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതും പറയാം, അതിന്റെ അപ്പുറം പറയാമല്ലേ ഹാലുവിന്. അമ്മണിയമ്മ എങ്ങനെ അതൊക്കെ അതെ അതെ. ഉഷേച്ചിയാണെ പറയും വേണ്ട, മിറ്റം വരെ പറമ്പ് വരെ തെളിച്ച് വൃത്തിക്ക് എടുത്തിടും, ഒരു കരികള പോലും ഇട്ടേക്കുന്നില്ല. കണ്ടോ? ഇഷ്ടപ്പെട്ടോ വണ്ടി? അമ്മൊക്കെ മേടിച്ചതാ കഴിഞ്ഞ ആഴ്ച. നല്ലതാണോ? എന്താ ചെയ്യാം? അത് എന്റെ ദൈവമേ മതി. എന്റെ ദൈവമേ, ഇന്നാളും വന്ന് 3-4 ദിവസം നിന്ന് ഓർക്കുന്നുണ്ടോ? പണ്ടല്ല ഈ ഒരു കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മുടെ പുതിയ വീട്ടി. അതെ ദൈവമേ. ഓരോരുത്തർ പോകുന്നില്ലേ? ഓമൻ ചേച്ചിയുടെ പറ്റത്തില്ല ഇനിയിപ്പോ ഇവിടെ. അതെ. ഓ ബാമാനെ ഇരിക്കും, ബാമാനെ ഇരിക്കും. ഇവിടുത്തെ ഉച്ചയമ്മ ഉണ്ണിയപ്പം ഒക്കെ കൊടുത്തു. ഉണ്ണിയപ്പം ഒക്കെ തിന്ന് നടക്കുവാ ഇങ്ങനെ. ഉണ്ടോ? ഉച്ചയമ്മ ആറൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു. വെള്ളമൊക്കെ അയ്യോ അതിനിടയ്ക്കൊക്കെ ഞങ്ങി കയറാതെ അവിടെ ഒട്ടിയിരിക്കും ഞങ്ങി. എന്തമ്മേ എന്ത് ചെയ്യണ്ട? അതെ, അത് പുതിയ വീടായോണ്ട് എന്നെ ചെയ്യേണ്ടത് എവിടെ കയറണം എന്നാ നിരത്തണം എന്നും പറഞ്ഞു. അതാ പറഞ്ഞ അത്രയും സെറ്റപ്പ് ആക്കി ഇട്ടേക്ക. അവക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അയ്യോ അച്ഛനെ മുടിയെ പിടിച്ചു വലിക്കാതെ. അയ്യോ പാവം. പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ ഭയങ്കര സ്നേഹമൊക്കെ അതിനും. അയ്യോ ജയമേ ഭയങ്കര സ്നേഹമൊക്കെയാ. ഓണ്ടേ മിച്ചു അമ്മണിയമ്മയുടെയാണ്. അമ്മണിയമ്മയുടെ മോനാണ്. അയ്യോ അമ്മൂമ്മയുടെ മോനാണ്. ഒരു കളി കയറിയിരിക്കുക. ഒരാള് അവിടെ സങ്കടപ്പെട്ട് നിക്കാണ് കേട്ടോ നമ്മള് പോകുന്നതിന്. വന്നിട്ട് പോകുന്ന ഇഷ്ടമല്ല, ഒന്നും കഴിക്കാണ്ട് പോകുന്ന ഇഷ്ടമല്ല. കഴിച്ചില്ല, തിന്നില്ല. വിച്ചുവിനെ വിളിച്ചിട്ട് പറയാം അതെന്റെ മോനാ കേട്ടോ, പാവാടാ. പെണ്ണും പാവോ അമ്മേനെ പപ്പാരെ നോക്കിക്കോണേ. അവന് കിട്ടിയ പെണ്ണു വിഷ്ണുവിനെ അതെ പോകുന്ന ഇഷ്ടമില്ല. തിരിക്കാൻ പറ്റത്തില്ല വെച്ചു. അവിടെ ഒരു ഇതുണ്ടല്ലേ, ടാറ്റ കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരാൾ നിന്ന് കരയാണ് കേട്ടോ. ദൈവമേ, അത് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. ശരി എന്നാ പേർക്കത് കയറിയിരുന്നോ? പാവോ പറ്റുമെങ്കിൽ വരും. അതെ പറ്റുമെങ്കിൽ വരും. ശരി. അവിടെ വന്നാലും വല്ല കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ വന്നാൽ കുഴപ്പമൊന്നുമില്ല. അല്ല വണ്ടിയല്ലേ ആയതുകൊണ്ട് പക്ഷെ ഒരു പേടി പോലെയാന്ന് തോന്നുന്നു. വേപ്പിലൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഒരു എങ്ങോട്ടും പോയിട്ടില്ല. അവിടെ തന്നെ കാലിലൊക്കെ നല്ല വേപ്പലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ തോണിത്തടിയിലൊക്കെ മകളുണ്ട്, ഒറ്റമരത്തിലുണ്ട്. പക്ഷെ ഒരിടത്തോട്ടും പോകുന്നില്ല. അയ്യോ എന്റെ ദൈവമേ, എന്നാ പറഞ്ഞാലും അമ്മണിയമ്മയൊക്കെ അല്ലേ എന്തോരം തിന്നാൻ തന്നിട്ടുണ്ടെന്ന് അറിയോ? ഇഷ്ടം പോലെ. ഇപ്പൊ അമ്മയും അപ്പായൊക്കെ എവിടെ മുമ്പ് ഞങ്ങളെ അവിടെ ഏൽപ്പിച്ചിട്ട് പോകും. കരയുവോ ഇപ്പൊ പോരുമ്പോ കണ്ടപ്പോഴേ? ഇങ്ങനെയായിരുന്നു നമ്മുടെ സുഖുവിന്റെ അച്ഛൻ. അതെ 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 അതെ. ആലപ്പുഴ അനിയന്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു. നമ്മള് പോയിട്ട് തിരിച്ചു പോരുമ്പോ നിന്ന് കരയുവാണ്. നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പൊ ഇന്ന് 4 മണിക്കത്തെ സ്പെഷ്യൽ മാഗി. അപ്പം ഇതൊക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടേ ഇവരിയ്ക്കുന്ന ഇരിപ്പി ഒറ്റ പോക്ക് പോകും. അപ്പോൾ പിന്നെ ഞാൻ തിന്നേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അവർ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കതെല്ലാം അവരെ കൊണ്ട് തന്നെ തീറ്റിക്കണം. ശരിയല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നത്തെ 4 മണിയുടേത് മാഗി ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അവനവിടെ കിടന്ന് വേവട്ടെ. 3 മുട്ട എടുത്തിങ്ങനെ ഇച്ചിരി ഉപ്പ് പൊടിയിട്ട് നല്ല ഫ്രൈ ആക്കി തോരൻ മുളക്കാക്കി കേട്ടോ. ഇനി ഞാൻ കുറച്ച് വെജിറ്റബിൾ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്.
സവോള, ക്യാരറ്റ്, ബീൻസ്. അവനെയും കൂടെ ഒന്ന് സെറ്റാക്കട്ടെ. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. കൊണ്ട് കൊടുക്കാം, എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ. എന്നാന്ന് മീമിയാണോ? മതി ബാ, ഞാൻ ചൂത്രം. എങ്ങനെ മുഖത്ത് കുരു ഉണ്ടാകാണ്ടിരിക്കും? ഇങ്ങനത്തെ ഫുഡല്ലേ തരുന്നത്? അതെ, നിന്റെ കെട്ടിയ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി തന്നാണോ ഇതാണോ നല്ലത്? ഇപ്പൊ പറഞ്ഞോളോ. മതി. എൻ്റെ ദൈവം. അങ്ങനെ അമ്മയമ്മേനെ കണ്ട എല്ലാവരും അയ്യോ പാവൊരമ്മയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ളൊരു നല്ലൊരമ്മയാണ് കേട്ടോ. ഭയങ്കര സ്നേഹം. ചേട്ടായി എന്ന് കളിയാക്കി പറയും, എൻ്റെ അമ്മയുടെ അനിയത്തിയൊന്നും അല്ല, നിങ്ങളുടെ ഷേപ്പില്ല എൻ്റെ അമ്മയ്ക്ക്, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും കേട്ടോ. അമ്മടിമേനെ കലി പിടിപ്പിക്കാൻ വേണ്ടി, ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി. പക്ഷേ എന്നാലും അമ്മടിയമ്മയ്ക്ക് ജീവനാണ് കേട്ടോ. ചേട്ടാനെ അതെ, എന്നെ അതെ, നമ്മുടെ മക്കളെ അതെ, ഭയങ്കര ജീവനാണ് കേട്ടോ. ഇന്ന് വിഷ്ണുവിനോട് പറയണേ, കണ്ണൊക്കെ ഒന്ന് അറിഞ്ഞേ. എന്നിട്ട് വിഷ്ണുവിനെ മുതലിട്ട് എടാ മോനെ പാവം എൻ്റെ കൊച്ചു കേട്ടോ, എൻ്റെ മോൻ പാവം കേട്ടോ, എൻ്റെ ചെറുക്കൻ പാവമാണ്, അവൾക്ക് കിട്ടിയ പെണ്ണും പാവമാണ്, വിഷമിപ്പിക്കരുത് കേട്ടോ. മനസ്സിലൊക്കെ കേൾക്കണം. എന്നിട്ട് കരയുക. എൻ്റെ ദൈവമേ മതി. ഞങ്ങൾ പോന്നപ്പോഴാണെങ്കിലും നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ഒരു വിഷമം തോന്നി. അതാണ് ഈ പോകാൻ നമുക്ക് കാണാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് പ്രായമുള്ളവരുടെ ഒരു കണ്ണുനീരെന്ന് പറയുമ്പോഴേ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങൾ വരുമ്പോൾ കാണുമോ, ഞാൻ ഉണ്ടോ എന്നറിയാം. അപ്പോൾ ഉഷേച്ചി പറഞ്ഞു. അപ്പോൾ ഇപ്പം അമ്മണിയമ്മ നിൽക്കുന്നത് അമ്മണിയമ്മയുടെ ഇളയ മോൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചിയുണ്ട്, ഉഷയെന്നാണ് ചേച്ചിയുടെ. ചേച്ചി പറഞ്ഞ് ആരാദ്യം മരിക്കും. ഞാൻ പറഞ്ഞു ഉഷേച്ചി ആരാദ്യം മരിക്കുന്നതെന്ന് ആർക്കറിയാം, ഞാനാണോ അമ്മണിയമ്മയാണോ? ഈ അമ്മണിയമ്മയുടെ ഡയലോഗ് കേട്ടോ, ഇനി ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം ഉഷേച്ചിയും പറയാം, ശരിയാ എൻ്റെ ദൈവമേ, ആരാ എപ്പോഴേ എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്ന്. ഉഷേച്ചിക്ക് ഒരു പൊന്നുമോനുണ്ടായിരുന്നു. ഞാൻ ഇന്നാളൊന്ന് പറഞ്ഞതാണ്, അവന് കാലയിൽ ക്യാൻസർ എന്ന് പറയുന്ന ആ മാരകമായ ഒരു രോഗം വന്ന് ആ കുഞ്ഞിനെ അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോയത്. അതിൻ്റെ ഒരു വേദന ഇപ്പോഴും ആ ചേച്ചിയുടെ മുഖത്തൊന്നും മാറിയിട്ടില്ല. നമ്മൾ വളർത്തിയിട്ടേ എന്ന് പറഞ്ഞോണെങ്കിൽ ഇപ്പം നിന്ന് ഉഷേച്ചി പറയാൻ, ദൈവമേ 5 പേര് പോയത് കണ്ടോ വെള്ളത്തിൽ കൂടെ, ഒരു കുടുംബം. എൻ്റെ ദൈവമേ 4 വയസ്സുള്ള കുഞ്ഞും 7 വയസ്സുള്ള കുഞ്ഞും അതുങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടോ. അപ്പോൾ എപ്പോഴും ആർക്കാ മരണമെന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് സിന്ധു എന്ന്. എന്നാലും എനിക്ക് സിന്ധുവിനോട് ഒരു ഭയങ്കര സ്നേഹമുണ്ട്. സിന്ധു എപ്പോഴും ഓടിക്കയറി വരുമല്ലോ അമ്മയുടെ അടുത്തേക്ക്, അമ്മേനെ കാണാനായിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരുന്നു. പിന്നെ ഇങ്ങനെ വഴക്ക് കുറങ്ങേണ്ട ഒരു സമയം ഒക്കെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനും അവൾ വഴക്കൊക്കെ തുടങ്ങിയപ്പോഴത്തേനും നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം എല്ലാം അവിടെ പുറത്തുണ്ട്. പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര ഒച്ചയും ബഹളം. അതുകൊണ്ട് ഞാൻ ഒന്ന് പെരയ്ക്കകത്ത് നിന്ന് അതിൻ്റെ പൂടത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും സിറ്റൗട്ടിലുണ്ട്. ചേട്ടായി വന്ന വഴിക്ക് കടയിൽ ഇറങ്ങി കേട്ടോ. അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഇഷ്ടമായെങ്കിൽ എന്നൊക്കെ ചെയ്യണം? ഉടുപ്പ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം, കൂട്ടത്തിൽ അവലോട്ടോണ്ട് ഇട്ടിച്ച് കൊടുത്തേ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.